Welcome to Ajay's vlog. ഇളക്കി അത് അടി പിടിച്ചറാ. ഇളക്കാത്തത് കൊണ്ടാണ് അടി പിടിച്ചത്. അങ്ങനെയൊന്നും വന്നില്ല. നോക്കിയോ, ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കും പ്രൊഫഷണൽസിന്റെ. അപ്പോൾ നമ്മൾ ലുലു മാളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നാളെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പിള്ളേരൊക്കെ കൂടെ, പിള്ളേരില്ല എന്താ ഞാനും ആദ്യത്തും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ മറ്റേ സെയിൽ നടക്കുകയാണേ കുറച്ച് ദിവസത്തേക്ക്. പൂരത്തിരക്ക് പറഞ്ഞാൽ പൂരത്തിരക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എങ്ങനെ പോയി വീഡിയോ എടുക്കുന്ന അറിയില്ല. പോയി പഠിച്ചിട്ട് വരാം. കമോൺ. വലിയ കാര്യത്തിൽ ട്രൈപ്പോഡും തൂക്കി എല്ലാം തൂക്കിയിട്ട് വന്നു. പിന്നെ അവിടെ സെയിൽ നടക്കണോണ്ടേ മറ്റേ വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പം ഞങ്ങൾ ലുലു മാളിൽ നിന്ന് വേറൊരു കട പൊട്ടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോവാണ്. 6 പേർക്ക് ബിരിയാണി കഴിക്കണം. അല്ല ബ്ലോഗാണ്. ഇനി എല്ലാവരും യൂട്യൂബിൽ വരും. നിങ്ങളെ ഇത് കുഞ്ഞിതില്ല, ഇത് വേണ്ട, നമുക്ക് അപ്പുറത്തെ കടയിൽ വാങ്ങാം. വെൽക്കം ടു അജീസ് വ്ലോഗ്. അപ്പോൾ കത്തിയൊക്കെ കണ്ടാൽ മനസ്സിലായിരുന്നു നിങ്ങൾക്ക്. പോയ വീഡിയോയിൽ പറഞ്ഞ പോലെ പോയ വീഡിയോയിൽ പറഞ്ഞ പോലെ കുക്കിംഗ് വീഡിയോ ആണ് ഈ പ്രാവശ്യം. കമോൺ ബാക്കി നോക്കൂ. ഇത് നീ വെച്ചോ, നിനക്കാ നീയാക്കോ. ഞാൻ നിന്നെ പൈസ കൊടുത്ത് നിന്നെ തുപ്പാക്കിയ പിടിക്കും ഇഷ്ടം. അജയന്റെ മംഗളകർമ്മ മഞ്ചളാണ്. ആദ്യം നമ്മള് ബിരിയാണി ഉണ്ടാക്കാൻ സംസാരിക്കട്ടെ. നമ്മള് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം പാനില് നെയ്യിടുക. ആവശ്യത്തിനനുസരിച്ച് നെയ്യിടുക കേട്ടോ. നെയ്യിട്ടുണ്ട്. നെയ്യ് കുറച്ച് തിളയ്ക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. തേങ്ങ എണ്ണ ഒഴിക്കുന്നത് ഓയിൽ ഒഴിക്കുന്നത് ഏതെണ്ണ സ്റ്റാർ കാണാനല്ലോ, സ്റ്റാർ പോലത്തെ സാധനം. അതെന്ത് സൂപ്പർ സ്റ്റാർ ഉണ്ട്. അതെന്തിനാ ഞാൻ ഏത് സാധനം കൊടുക്കുകയാണെങ്കിൽ കഴുകിയിട്ട് ഞാൻ ഉള്ളി കഴുകിയ അപ്പൊ നമ്മള് ആദ്യം കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൈ കൊണ്ട് ആദ്യം നമ്മള് ഇളക്കിക്കൊണ്ട് ആദ്യം നെയ്യ് ഒഴിച്ചു. പിന്നെ ഏലക്കായ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടില്ല. ഏലക്കായ്, അണ്ടിപ്പരിപ്പ്, പിന്നെ പട്ട, ഗ്രാമ്പൂ. അതൊക്കെ ഗ്രാമ്പൂ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പട്ട മാത്രം. ഇനി നമ്മ 1 മണിക്കൂർ കുതിർത്തി വെച്ച് എന്താണ് അതരി ബാസ്മതി ട്രെയിൻ മതി ബസുമതി വളരെ മതിയാ. കുറച്ച് എണ്ണ ഒഴിക്കണ്ട. മതിയാ. ഇളക്കി അത് അടി പിടിച്ചറാ. ഇളക്കാത്തത് കൊണ്ടാണ് അടി പിടിച്ചത്. എങ്ങനെയാ ഞാൻ കള്ളിക്കൊണ്ടത്. പിന്നെ പ്രൊഫഷണലൊക്കെ പോകും. ഉള്ളിട്ടില്ല. ഉള്ളി വറുത്തിട്ടിടണം.
ഒരു 4 എടുത്ത് വറുത്താൽ നമുക്ക് ഉള്ളി കിട്ടില്ല വെളിയിലിട്ടു. നീ വെളിയിലിട്ട് ഇവനൊന്നും അറിയില്ല മട്ടയാണേ. ഇത് ഇതിലോട്ട് ഇത് കഴിക്കണം, നാരങ്ങ കഴിക്കണ്ട. എന്തോ മറന്നു കൈ തുണി എടുക്കാൻ പറഞ്ഞു. ഇതല്ലേ അതാ നല്ലത്. ഇതൊന്നും ഒന്നും അല്ലേ ഇട നീ ഉപ്പ് കൂടണേ. ചോറാണ് പൊട്ടാ ഉണ്ണണ്ടേ ചോറ്റിലായിരിക്കും. പുള്ളി കാറ് കിട്ടിയില്ലേ? എന്റെ മൈൻഡില്ലേ ഇത് പെർഫെക്റ്റ് വീഴാതെ എന്റെ മൈൻഡില്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഒരു സാധനം സുഖമില്ല. ഇത്തിരി ഉള്ളി വറുത്തിട്ട് ഇത്ര പറയാമോ? എനിക്ക് ചുടുവെള്ളം മാത്രം വെക്കാറ്, കുളിക്കാൻ അതും കുടിക്കാൻ പറ്റില്ല. അത് കൈയൊക്കെ പൊള്ളിക്കടാ വ്യൂസ് കൂടെ. ഇവരെ വെച്ച് ചെയ്യാം. ക്യാമറ വെച്ച വേണ്ടി വെയിറ്റ് ചെയ്ത് ആലോചിക്കും. ക്യാമറ മാത്രം പൊളിക്കാം. അങ്ങനെയൊന്നും വന്നില്ല. അതിൽ മസാല എടുത്തില്ല. ഉപ്പാടെ ഉപ്പാടെ പൊടിയപ്പാടെ കണ്ണാടി ഓ അലുമ്പ പാത്തവേ കണ്ണാടി പറ്റാണ്ട് കറി എരിയുണ്ടാകുന്നു. തക്കാളി പൊട്ടിക്കൊണ്ട് പോവാണ് മീശ കൊണ്ട്. വെട്രിക്കൊണ്ടാണ് തളപതി വെട്രിക്കൊണ്ടാണ്. എന്താ പറയും മറ്റത് കണ്ടില്ല അപ്പൊ നീ ഫസ്റ്റ് ലുക്ക് കണ്ടില്ല, ഗ്ലിംസ് കണ്ടില്ല. ഞാൻ സ്റ്റോറി ഒക്കെ ഇട്ടതാണ്. ഒന്നും വന്നിട്ടേ ഇല്ല. അടുത്ത അതിലിട് എടുത്തിട്. നമ്മളെന്താ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന് വേവിക്കും. ഇല്ലടാ ചിക്കൻ ഒരു മുക്കാ വേവ് വേണം. ഇത് വേറെ നല്ല ടൈം എടുക്കണം. അതന്നെ ചിക്കൻ മുക്കാ വേവ് വേവിട്ട് വേണം ഇതിലിടാൻ. അപ്പൊ ഈ അര വേവും അതും കൂടെ കറക്റ്റ് ആവും. കാ വേവും അര വേവും കൂടെ കറക്റ്റ് ആവും. ഇത് യൂട്യൂബ് കാവേവ് മുക്കാവേവ് വെറുതെ എല്ലാം പല അരിഞ്ഞത് തിരിച്ചു കൂടി ചെറുതാവണം. ഇത് രണ്ടാവണം. ഇത് ഇതൊക്കെ എന്തിനാണ് ഇത് ഇത്രയും വെച്ച് ഇങ്ങനെ കഴിക്കണം? എടാ നീ അതിനെ എല്ലാത്തിനും പകുതി പകുതി ആയിരിക്കും എല്ലാത്തിനെയും. അവൻ അറിയുന്നുണ്ടോ? പകുതി എങ്ങനെ പകുതിയാ? അങ്ങനെ എങ്ങനെയാ അങ്ങനെ ആയിക്കോ. ചെറുതാ. 2 തക്കാളി അരിഞ്ഞോണേ. വെറുതെ നിക്കണ് അരി. സാലഡിടും അല്ല തൈരിടും ഉള്ളിയിടും പിന്നെ എന്താ എന്റെ പേര്? എന്ത് പോമഗ്രാനൈറ്റ് മാതള മാത്രം പറയാം. ഞാൻ കറുത്ത് ഞാൻ ഭയങ്കര ഇംഗ്ലീഷാ പറയാൻ. പോമ മറ്റേ പോമ മറ്റേ പോമ പോമ പോമ. ഇത് അരിയാണ്. എന്റെ കലി ഉണ്ടാക്കുന്ന മുട്ടി നിന്റെ ഇങ്ങനെയാണ് റാമിയിലേ. ചേടാ അലമ്പടാ 10 എടുത്തല്ലോ. ஏய் என்னை வச்சு ஒன்னும் காமெடி கிமெடி பண்ணலையே. അത് കുഴപ്പമില്ല. കണ്ണാടി അതിൽ പോയില്ല. മുറിച്ചുള്ളതാ കഴിയുന്നു. എവിടെ വെച്ച് മുറിച്ചു? ഈ കൈപ്പിടുത്തന്നെ കൈപ്പിടുത്തത് മുറിക്കണ്ട, കൈ പൊളിയുന്നുണ്ട്. താഴെ വെച്ച് മുറിക്കും. അത് ചിക്കൻ മുറിക്കാൻ പാടില്ല. അമ്മ വന്നാൽ കൊല്ലും നിന്നെ. ചുറ്റും മുറിക്കാൻ പാടില്ല. ഉള്ളിയൊക്കെ മുറിക്കുന്നല്ലേ? സൂപ്പർ മുറിക്കുന്നത്. എല്ലുള്ള സ്ഥലം മുറിയില്ല. ഇത്ര വലുതായി കുഴപ്പമില്ലേ? എങ്ങനെ മുട്ട പൊളിക്കുന്ന കാണിച്ചാ
അങ്ങനെ കേക്ക് മുറിക്കാൻ ഇങ്ങനെ നോക്കിയോ ഞാൻ അതൊക്കെ കാണിച്ചു കൊടുക്കും പ്രൊഫഷണൽസിന്റെ. കൈ കൊണ്ടാക്കണ എന്റെ കൈ ഓർഡർ എഴുതിയിരിക്കണ്ട. ഏകദേശം ആയിട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ വെക്കി. കുറച്ച് വെള്ളേക്കണം. മസാലയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം വെക്കുക. ഇനി അത് കൊള ചവിട്ടുന്നില്ല. നീ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടാ ഉണ്ടായിട്ടുണ്ടാ എന്റെ ഉണ്ടാക്കും. വെള്ളം ഒഴിച്ചിട്ടാണ്ടാ ഇതിന്റെ എനിക്കറിയില്ല. ഇനി എന്താണെന്ന് അറിയടാ, അടിയിൽ എന്തായാലും കുറച്ച് വെള്ളമില്ലേ, ആ വെള്ളം മുകളിൽ പോയിട്ട് താഴ്ത്തി വരും. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ വരും. കുറച്ച് നേരം കൂടെ കിട്ടുള്ളൂ. നീ ഇവിടെ നിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് തിന്നുകൊണ്ടേയിരിക്കാണ്. എപ്പ പാത്താലും സോറ് നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ച് ചിക്കൻ ഇടാനാണ്, അല്ലാണ്ട് ഇത് ആകാനല്ല. അത് പ്രൊഫഷണൽ കുക്കിനെ മണമല്ല നാറുകള്. എന്തായാലും അത് ബിരിയാണിന്റെ മണം തന്നെ. ഏതേ ഒരു മണം. റെഡി ആവുന്ന പോലെ ഫീല്. ഓ அவனை சொல்லி நிறுத்துங்களேன்டா. அவன் நிறுத்துறாது லூசுக்கு மட்டும் வந்துட்டே இருக்கான் போடுறா. ഞാൻ പ്രൊഫഷണൽ കുക്കായിരുന്നു. ഇതൊക്കെ എടുക്കറ തിളക്കി നിർത്തോ. സെറ്റ് ആവുന്ന മൈൻഡ് അതൊക്കെ അത്ര ഉള്ളി രണ്ട് കോലം നോക്കുന്ന അതിന്റെ ശരിക്കും നോക്കാം. നിനക്ക് എന്തെങ്കിലും അറിയോ ചോരവേ? എനിക്കറിയോ, എനിക്ക് അറിയൂ വായിക്കാറില്ലല്ലോ. വീട്ടിൽ കുക്കർ അജയന്റെ ജോലി. അജയാണ് കുക്കർ. ഓ ആ കുക്കറാണ് അപ്പഴേ പറഞ്ഞേ, മൈര് മനസ്സിലാവണ്ടേ. അതിനത് ബന്ധിട്ടേ ഇല്ലല്ലോ ചോറ്. അല്ല സ്ലോവില് ദമ്മല്ല, ആദ്യം അത് വേഗം ചോറ് ദമ്മിലാന്നെ വെക്കുക. അത് വെച്ചാ വെള്ളം 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 വെള്ളത്തിൽ വെള്ളം നിറച്ചിട്ട് ചുടുവെള്ളമല്ലേ മുകളിൽ വെക്കുക. സെക്കിളാറ്റിന് സുത്തമാണ് ഗോൾഡ് ഫ്ലവർ. മുണ്ടാരി വേസ്റ്റ് ആക്കണ്ട. നീ നല്ല വിലയാണ്. പ്രൊഫഷണൽസ് മാത്രം യൂസ് ചെയ്യും. വെട്ടാൻ അറിയാണ്ട് വെട്ടിട്ട് അതാ കണ്ടില്ലേ. മതിയാ? ഓക്കെ പ്രൊഫഷണൽ മതി. മതിയാ? മെല്ലടാ കൈ വെച്ചിരുന്ന് കൈ പെട്ടെന്ന് എടുക്ക്. മെല്ലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എണ്ണ അവിടെ കിടക്കണ ഇവനെ അവിടെ വെക്കണം. അതിനെല്ലാം സ്പൂണ് മെല്ലെ ഇട്ടൊന്നും വന്നില്ലേ? മെല്ലെ നീ നായ്ക്ക് തീറ്റിടുന്ന പോലെ. ഇവനെയൊക്കെ ഉണ്ടാക്കിയ നേരത്തെ ഒരു ഹൈജീനിക്. ഉപ്പുണ്ടോ നോക്കി അത് സ്ലോ ആക്കണം. ഭർത്താ പിന്നെ എപ്പോഴും ഇരിക്കുവോ? ഭർത്താ മുറുകിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഇതിലെ കോൺഫ്ലവർ ഇട്ട് വന്നിട്ടില്ലേ? എന്ത് ബബിൾ ഗം. അതൊക്കെ ഇപ്പൊ റെഡിയാന്ന് നോക്കിയോ. എന്റെ സ്റ്റാൻഡേർഡാണ്. അയ്യോ എനിക്ക് പോമൻകാരനെ കിട്ടിയതാണെങ്കിൽ പോമൻകാരനാ? ആരാണ്ടാ പോമൻകാരൻ? മാതൃമുളം കിട്ടി.
പോമോഗ്രാൻഡ് ഗ്രാൻഡ് ആരാ പോമോഗ്രാൻഡ് ക്യാമറ ഗ്രാൻഡ് പറഞ്ഞു ഗ്രാനൈറ്റ് നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ചില്ലി വഴിയേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ദമ്മ് പൊട്ടിക്കുക, കഴിക്കുക. ഇവര് കൊത്തമല്ലൊന്നും വേണ്ടല്ലോ. കൊത്തമല്ലിയ മല്ലിത്തഴ അൾട്ടിമേറ്റ്. വേണ്ട കൊള്ളടാ. ദം പൊട്ടിക്കാൻ പോകണേ. യെസ് പൊട്ടിങ്ങനെ തെറിഞ്ഞാണ്. വീഡിയോയിൽ മണമൊന്നും അറിയില്ല, അങ്ങനെ പറ. മണം എന്താ മണല്ലേ? എന്താ അങ്ങനെയുണ്ട്. കാരണം എടുത്തു മിക്സ് ആക്കിയോ ചിലപ്പോ അടിയിലൊക്കെ വന്നിട്ടുണ്ടോ. ഒളിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ചോറാ നീ വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ചോറ് ചോദിച്ചാൽ ചോറ് ഇട്ടു. വലിയ സീനില്ലല്ലോ, കുറച്ച് കുറവുണ്ട്. മന്തി റൈസ് കൊണ്ട് കഴിക്കില്ല. മന്തി റൈസ് കുറവാണ്. അതന്നെ നമ്മൾ ആ ചോറ് വന്നിട്ട് നമ്മളെ വിചാരിച്ചു ഇതിൽ വേണമെന്ന്. അല്ല കുറച്ചും കൂടെ ആര് മുക്കാവേവ്? ആര് പറഞ്ഞു മുക്കാവേവ്? ഒരു കളറൊക്കെ വന്നില്ല, ബിരിയാണിന്റെ സാധനം ഒട്ടലും ഇല്ല, അല്ല ഫ്രീ. അതാണ് വന്നിട്ടേ ഇല്ല. പിന്നെ പൊട്ടാൻ അത്ര കുറവൊന്നുമില്ല. അരി പോലെ ടകടങ്ങനെ കഴിക്കൊന്നുമില്ലല്ലോ ഉള്ളില്. കഴിക്കാൻ പറ്റും നമുക്ക്. ഈ നായിന്റെ ഒന്നും അറിയടാ. അടിച്ചങ്ങോട്ട് തട്ടി അപ്പൊ ഒരു കളറും സാധനമൊക്കെ വന്നിട്ടാ. മതി മതി മതി. ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വലിയ കുക്കാണ്. ഞാൻ ചോറ് ചിക്കൻ കറി മതി മതി ഇളക്കിയത്. ചോറ് കൊറേ നേരം ഇളക്കാൻ നോക്കിട്ട് അവൻ